ഹായ് കൂട്ടുകാരെ, ഇനൂസ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് നമ്മളെ റെഡിമെയ്ഡ് നൈറ്റി എങ്ങനെ ചുരിദാറിൻ്റെ ഷേപ്പിൽ കിട്ടുന്ന ഒരു ട്രിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് ഇത് ഞാൻ റെഡിമെയ്ഡ് മേടിച്ച നൈറ്റിയാണ്. അപ്പോൾ ഇതൊന്ന് അലക്കിയതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ട് ഭാഗം നന്നായിട്ട് ലെവലാക്കി വെച്ചതിന് ശേഷം ആണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അത് പ്രത്യേകം പറയുന്നത് വെച്ചാൽ രണ്ട് സൈഡും ലെവലാക്കി ചെയ്യാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടൂല. പിന്നെ രണ്ടാം പണി നമ്മൾ എടുക്കേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ ഭാഗവും നീറ്റായിട്ട് തന്നെയാണോ വെച്ചിട്ടുള്ളതെന്ന് നോക്കി കണ്ടിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിതാ നല്ലോണം ഒന്നും കൂടെ നീറ്റായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അലക്കിയത് കാരണം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് വെച്ചിട്ട് നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ മാർക്ക് ചെയ്തെടുക്കണം. ഇത് പിന്നെ സൈസിനനുസരിച്ചാണ് നമ്മൾ നൈറ്റി എടുക്കാറുള്ളത്. XXL എടുക്കുമ്പോൾ ഒന്നുകൂടെ ഷോൾഡറൊക്കെ ഇറങ്ങി വരികയാണ് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് എനിക്ക് 3, 2.25, 3 മതി കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും 3-ൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വേസ്റ്റ് ലെങ്ത്താണ്, അതിൻ്റെയും ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മാത്രം മതി കേട്ടോ നമുക്ക്. പിന്നെ നമ്മുടെ കൈക്കുഴീൻ്റെ ആ ഭാഗവും നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ആ ഭാഗത്തൊക്കെ ഒന്ന് ആദ്യം തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് 4, 4.5 കാണുന്നുണ്ട് ഈ ഷോൾഡർ ഭാഗം. അപ്പോൾ എനിക്കൊരു 2.25, 3 ആക്കിയിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 3 തന്നെയാണ് എടുത്തിരിക്കുന്നത്, 2.25 അല്ല, 3 തന്നെ എടുത്തിട്ടുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞല്ലോ. അപ്പോൾ ലെങ്ത്ത് ഞാനൊരു 13, 14 എടുക്കുന്നത്. അപ്പോൾ അതിനെയും മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഷോൾഡറിലേക്ക് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് വിഡ്ത്തിനെയാണ് മാർക്ക് ചെയ്യേണ്ടത്. അതായത് വണ്ണം, വേസ്റ്റിൻ്റെ വണ്ണത്തിനെയും ചെസ്റ്റ് വണ്ണത്തിനെയും മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 13-ൻ്റെ അവിടെ നിന്ന് തന്നെയാണ് വേസ്റ്റ് വിഡ്ത്തിനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് അവിടെ കിട്ടിയത് 9 ആണ് കേട്ടോ. അത് ഞാൻ 4 ആയിട്ട് ഭാഗിച്ചതിന് ശേഷമാണ് അതിന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ 4 മടക്കായിട്ടാണ് അതായത് നൈറ്റി ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ചെസ്റ്റ് വണ്ണത്തിൻ്റെ അളവിനെയും ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെനിക്ക് 9.5 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാനിത് അതേ സെയിം അളവിനല്ല എടുത്തിരിക്കുന്നത്. ഇപ്പം എനിക്ക് കിട്ടിയിരിക്കുന്നത് 36 ആണ് എങ്കിൽ അതിനോട് ഒരു 2 ഇഞ്ച് കൂട്ടിയിട്ട് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ നൈറ്റിക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല, റെഡിമെയ്ഡ് ആയതുകൊണ്ട്. പിന്നെ അലക്കാത്തതായതുകൊണ്ടാണ് ഞാൻ 2 ഇഞ്ച് കൂട്ടിയെടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം അലക്കിയത് ഒന്ന് കുഴഞ്ഞ് ചുങ്ങി പോകും കേട്ടോ. അതുകൊണ്ട് അലക്കാത്ത നൈറ്റി ആകുമ്പോൾ നിങ്ങൾ 2 ഇഞ്ച് തന്നെ കൂട്ടിയെടുക്കണം. പിന്നെ ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യുന്ന സമയത്ത് ലൈനിങ് ക്ലോത്ത്, അതേപോലെ ഇതുപോലെ നൈറ്റി, ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിനെ ചുരുങ്ങി പോകില്ല കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്യാൻ ശ്രമിക്കണേ. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ സ്ലീവ് എല്ലാം കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ ഷോൾഡർ ഭാഗം മാർക്ക് ചെയ്ത ഭാഗത്തിൽ കൂടെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ 2 ഭാഗം ലെവലാണോ നോക്കിയതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്തത് ഏത് ഭാഗത്തിൽ കൂടെയാണെന്ന് വെച്ചാൽ അതിൽ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് പോകണം. ഞാനിതാ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അലക്കിയത് കൊണ്ട് കുറച്ച് ഭാഗം മാത്രമേ എനിക്ക് കട്ട് ചെയ്ത് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ അലക്കിയിട്ടാണെങ്കിൽ ഒന്നുകൂടി ബെസ്റ്റാണ്. അതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ നമുക്ക് നീറ്റായിട്ട് തന്നെ കിട്ടും. അപ്പം ഞാനിതിൽ ലെങ്ത്ത് ഒന്നും കുറയ്ക്കുന്നില്ല. എനിക്ക് ഇതിൻ്റെ വിഡ്ത്തിനെ മാത്രം കുറച്ച് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴോട്ട് കൈക്കുഴി വരെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങളും ചെയ്യും. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പം ഞാനിതാ ആദ്യം നൈറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മേലെ സ്ലീവ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം സ്ലീവിൻ്റെ നല്ല വശവും നൈറ്റിയുടെ നല്ല വശവും വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. മുകൾ വശം ചീത്ത വശമായിട്ടാണ് വരേണ്ടത് കേട്ടോ. പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന രീതിയും അതേപോലെ കട്ട് ചെയ്യുന്ന രീതിയും അങ്ങനെയൊക്കെ പലരും പല രീതിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ ചെയ്താൽ മതി. എനിക്കിങ്ങനെയാണ് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇതുപോലെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഞാനൊരു വശം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്ലീവ് കൂടി എടുക്കാം. അപ്പോൾ അത് തെന്നി നീങ്ങി പോകുന്നു ചെയ്യരുത്, നോക്കി ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാൻ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ താഴെ റൗണ്ട് എടുക്കണം. അതിൻ്റെ മാർക്ക് ചെയ്തതിന് ശേഷം അതിൽ കൂടെ ആയിരിക്കണം നമ്മൾ ഷേപ്പ് ചെയ്ത ചെസ്റ്റ് വണ്ണവും വേസ്റ്റ് വണ്ണവും നമ്മൾ
മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങ് താഴെ വരെ എത്തണം എന്നില്ല കേട്ടോ. നമ്മുടെ ഷേപ്പിൻ്റെ ആ ഭാഗം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ബാക്കി ഒന്ന് റഫായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി, സ്റ്റിച്ചിങ് വിട്ടു പോവാതിരിക്കാൻ. അപ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്ത സ്ഥലത്ത് കൂടെ തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വലിയ നൈറ്റിയൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ മാർക്ക് ചെയ്തത് കുറച്ച് കൂടുതലൊക്കെ ആണെങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ടും ബാക്കി വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിങ്ങനെ ചുരുണ്ട് കൂടിയിരിക്കുന്ന പോലെ നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആവശ്യാനുസരണം ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളയരുത്. അപ്പം നമുക്ക് കുറച്ചൊന്ന് തൂങ്ങി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ അകത്ത് നിന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമുക്ക് നീറ്റായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 2 ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് എനിക്ക് ഇങ്ങനത്തെ നൈറ്റി തന്നെ 3-4 ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനൊരു വീഡിയോ എടുക്കാമെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ ഞാൻ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ മോഡലിന് ചുരിദാർ മോഡൽ വേണ്ടാന്നുണ്ടെങ്കിൽ സാധാ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് നമ്മളെ ബോഡിയിൽ കിടന്നോളും. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.